തിരുവനന്തപുരം നഗരത്തിലെ അനധികൃത ബൈക്ക് റെന്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ കൊലക്കേസ് പ്രതിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ അനു അജുവാണ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ. ഇയാൾ മറ്റൊരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒളിവിലാണെന്നാണ് വിവരം. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, എങ്ങനെയാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രിമിനലാണ് ഈ കേന്ദ്രം നടത്തുന്നത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്? എന്തൊക്കെ കേസുകൾ ഇയാൾക്ക് മേലുണ്ട്? പക്ഷേ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഡാൻസ് ഓഫ് ടീം പഴവങ്ങാടി സമീപമുള്ള ഒരു അനധികൃതമായി വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കേന്ദ്രം, അതിനൊപ്പം തന്നെ അനധികൃതമായി ഇന്ധനം വിൽക്കുന്ന ഒരു കേന്ദ്രം കണ്ടെത്തിയത്. ഇവിടെ നൂറോളം ബൈക്കുകളും സ്കൂട്ടറുകളും ഉണ്ടായിരുന്നു, 3-4 കാറുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് ഇതൊരു കൊലക്കേസ് പ്രതിയാണ്, അനു അജു എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഈ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരൻ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലൊരു കൊലപാതകം നടത്തി. അതായത് ഇവിടെ മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തി പിന്നീട് ആ ശരീരം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞ് ഒരു കേസുണ്ട്. ആ കേസിലെ പ്രതിയായിരുന്നു. അതിനുശേഷം നിരവധി തവണ മറ്റ് ചില കേസുകളിലും പ്രതിയായിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഏതോ ഒരു കേസിൽ പ്രതിയായിട്ട് ഒളിവിലാണെന്നാണ് പോലീസ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ ജീവനക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഈ കേന്ദ്രം നടത്തിയിരുന്നത്. അതുതന്നെ പഴവങ്ങാടി സെൻട്രൽ തിയേറ്ററിന് സമീപം ഒരു ഹോട്ടലിൻ്റെ പിൻവശത്ത് ഒഴിഞ്ഞൊരു പുരയിടത്തിലാണ് ഈ ബൈക്കുകളും വാഹനമൊക്കെ നിർത്തി ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, വാഹന വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമവും പാലിച്ചിരുന്നില്ല. അതീവ രഹസ്യമായിട്ടുള്ള ഏർപ്പാടായിരുന്നു. ഫോണിൽ ബന്ധപ്പെടുന്നവർക്കാണ് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത്. ഒരു ബൈക്ക് ഒരു ദിവസത്തേക്ക് 600 രൂപയാണ് വാടക. മാത്രമല്ല, 200 ലിറ്ററോളം പെട്രോൾ ഇവിടെ അനധികൃതമായി സൂക്ഷിച്ചിരുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് അവിടെ പെട്രോളും ഇത്തരം വാഹനങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ അത് അഗ്നിബാധയ്ക്ക് അടക്കമുള്ള കാരണം അത്തരം വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് കണ്ടിരുന്നു. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഇന്ന് രാവിലെ ഈ കേന്ദ്രത്തിൽ റെയ്ഡ് ചെയ്യുകയും ഇവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും അങ്ങനെ ഇതൊരു കൊലപാതക കേസ് പ്രതിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇനി വാഹനങ്ങളൊക്കെ കസ്റ്റഡിയിലെടുക്കും. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ പണയം വെക്കും, പണത്തിന് വേണ്ടി ബൈക്കുകളൊക്കെ പണയം വെക്കും. അപ്പോൾ ആ പണയ കാലാവധി വരെയുള്ള സമയം ഈ ബൈക്കുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആണ് ഇവരുടെ ഒരു രീതി. ഇതിന് പിന്നിൽ മറ്റു ചില ക്രിമിനലുകളും ഉണ്ട് എന്നുള്ള വിവരം പോലീസിനുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. അക്ഷയ.